12,000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു ആദിമ മനുഷ്യൻ ഗുഹയ്ക്ക് പുറത്ത് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് തൊട്ടുപിറകിലായി ഒരു രാക്ഷസ രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. കുറച്ച് സുഹൃത്തുക്കൾ പുരാതന ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി കാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ 6 പേരുണ്ട്. സിനിമയുടെ തുടക്കത്ത് കാണിച്ച പ്രദേശമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന അവർ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഗുഹയിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങി. ഏതൊരു ധൈര്യശാലിയെയും ഭയപ്പെടുത്തുന്ന ഇരുട്ടായിരുന്നു ഗുഹയ്ക്കകത്ത്. എങ്കിലും അവർ കയ്യിൽ കരുതിയ ടോർച്ചുമായി അകത്തേക്ക് നടന്നു. പക്ഷേ വലിയൊരു അപകടം ഗുഹയ്ക്കകത്ത് പതിയിരിക്കുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലെ ഇമ എന്ന പെൺകുട്ടിക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകുവാൻ തുടങ്ങി. പേടിച്ചിട്ടാവണം അവൾ അവിടെ തല കറങ്ങി വീണു. ആ വീഴ്ചയിൽ അവളുടെ കൈ പാറക്കെട്ടിലിടുകയും ചോരയൊറ്റി തറയിൽ വീഴുകയും ചെയ്തു. ഇത് കണ്ട സുഹൃത്തുക്കൾ അവളെ ഗുഹയ്ക്ക് പുറത്തെത്തുകയും പരിചരിക്കുകയും ചെയ്തു. പിന്നീട് സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം അവൾ വണ്ടിയെടുത്ത് ഗുഹയ്ക്ക് മറുവശത്തേക്ക് പോയി. മറ്റുള്ളവരാകട്ടെ ഗുഹയ്ക്കകത്തൂടെ മറുവശത്തേക്ക് നടന്നു. ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഗുഹയ്ക്കകത്ത് ഒരു ഭീകരജീവി ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ ശരീരത്തിൽ നിന്നും ഒലിച്ചു വരുന്ന സ്രവം അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു തടാകത്തിലേക്കായിരുന്നു ഒഴുകിയിരുന്നത്. പക്ഷെ ഇതൊന്നും ആ സുഹൃത്തുക്കൾ അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തെ നടത്തത്തിന് ശേഷം ഇമയുടെ സുഹൃത്തുക്കൾ മറുവശത്ത് എത്തിച്ചേർന്നു. അപ്പോഴേക്കും കാറുമായി ഇമയും അവിടെ എത്തിയിരുന്നു. അവർ അങ്ങനെ അന്ന് രാത്രി അവിടെ തങ്ങാനായി ടെന്റ് അടിച്ചു. പിന്നീട് അവർ ഗുഹയ്ക്ക് പുറത്തുള്ള ചിത്രം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു അപായ സൂചനയാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. മറ്റൊരു യുവതി തന്റെ ക്യാമറയിൽ ആ ചിത്രങ്ങൾ പകർത്തി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്തോ ഒരു ജീവി ആ യുവതിയെ ആക്രമിച്ചു. അവളുടെ കാലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്ന ഡെയ്സ് ആ ജീവിയെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. അതൊരു കാട്ടുമുയലാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. എന്നാൽ ആ മുയലിന്റെ പല്ലുകൾ പേടിപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ഇതൊന്നും അവർ കാര്യമാക്കിയില്ല. ഡെയ്സ് ആ മുയലിനെ മരക്കൊമ്പിൽ തൂക്കിയിട്ടു. നേരം നന്നായി ഇരുട്ടി. മെൽ തന്റെ കാമുകനുമായി ആ തടാകത്തിനടുത്തേക്ക് ചെന്നു. അവൾ തന്റെ വസ്ത്രമഴിച്ച് തടാകത്തിലേക്ക് ഇറങ്ങി കുളിക്കുവാൻ തുടങ്ങി. വെളിച്ചവുമായി അവളുടെ കാമുകൻ കരയിൽ നിന്നു. കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയ അവൾ ഞെട്ടിവിറച്ചു. അവളുടെ ശരീരത്തിൽ നിറയെ അട്ടകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അലറിക്കരഞ്ഞ അവളുടെ ശരീരത്തിൽ നിന്നും കൂട്ടുകാരെല്ലാം ചേർന്ന് അട്ടകളെ നീക്കം ചെയ്തു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിരുന്ന മെല്ലിന് ശക്തമായി പനി അനുഭവപ്പെട്ടു. അട്ട കടിച്ചതിന്റെ ആയിരിക്കുമെന്ന് സുഹൃത്തുക്കൾ എല്ലാവരും കരുതി. എന്നാൽ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ തുടക്കമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. സമയം കഴിയുന്തോറും അവളുടെ അവസ്ഥ മോശമാവാൻ തുടങ്ങി. പല്ലുകൾ കൊഴിഞ്ഞ് വായിൽ നിന്നും ചോര വരാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് പേടിച്ച സുഹൃത്തുക്കൾ അവളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. അവളെയും കൊണ്ട് അവർ വാഹനത്തിനടുത്തേക്ക് നടന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. എന്തോ ചെറിയ ജീവികൾ അവരുടെ കാറിന്റെ ടയർ നശിപ്പിച്ചിരിക്കുന്നു. അതോടെ അവരാ ശ്രമം ഉപേക്ഷിച്ച് ടെന്റിനടുത്തേക്ക് നടന്നു. അവളെ വീണ്ടും ആ ടെന്റിനകത്തു തന്നെ കിടത്തി. അവളുടെ കൊഴിഞ്ഞുപോയ പല്ലുകൾക്ക് പകരം കൂർത്ത പല്ലുകൾ വളർന്നു വരുന്നത് സുഹൃത്തുക്കളാരും അറിഞ്ഞിരുന്നില്ല. നേരം വെളുത്തപ്പോൾ കുറച്ചകലെ തനിയെ നിൽക്കുന്ന മെല്ലിനെയാണ് അവർ കണ്ടത്. ക്രിസ് പതിയെ ശബ്ദമുണ്ടാക്കാതെ മെല്ലിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന മെല്ലിനെ കണ്ട് അവരെല്ലാവരും ഞെട്ടി. തലേ ദിവസം ഡെയ്സ് കൊന്നു കെട്ടിത്തൂക്കിയ മുയലിനെ അവൾ പച്ചയ്ക്ക് ഭക്ഷിക്കുകയായിരുന്നു. മെൽ തന്റെ കൂർത്ത പല്ലുകളുമായി സുഹൃത്തുക്കളെ ആക്രമിക്കാൻ ചെന്നു. എന്നാൽ ഡെയ്സ് തീപ്പന്തം കാണിച്ച് മെല്ലിനെ ഭയപ്പെടുത്തി. അത് കണ്ട് പേടിച്ച മെൽ കാടിനകത്തേക്ക് ഓടിമറഞ്ഞു. ഈ സംഭവം അവരെ കൂടുതൽ പരിഭ്രാന്തരാക്കി. മെല്ലിന്റെ ആക്രമണത്തിൽ അവളുടെ കാമുകന് പരിക്ക് പറ്റിയിരുന്നു. അവന്റെ മരുന്നിനായി വാഹനത്തിന്റെ അടുത്തേക്ക് ചെന്ന വാറനെ മെൽ ആക്രമിച്ചു. എന്നാൽ തക്ക സമയത്തെത്തിയ ഡെയ്സ് വാറനെ മെല്ലിൽ നിന്നും രക്ഷിച്ചു. മെൽ കാടിനകത്തേക്ക് ഓടിമറഞ്ഞു. പിന്നീട് അവർ ചാടിന്റെ മുറിവ് വച്ചുകെട്ടി.
ഇതിനിടയിൽ ക്രിസ് താനെടുത്ത ഗുഹാചിത്രത്തിന്റെ ഫോട്ടോ ക്യാമറയിൽ നോക്കുന്നുണ്ടായിരുന്നു. ആ ചിത്രം ഒരു അപായ സൂചനയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോഴേക്കും അവർ വൈകിയിരുന്നു. അതേസമയം മെൽ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുകയും ബാക്കിയുള്ളത് ഗുഹയ്ക്കകത്ത് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഗുഹയിലുണ്ടായിരുന്ന സ്രവത്തിൽ ആ ഇറച്ചി ലയിച്ചു ചേർന്നു. ഇതേ സമയം സുഹൃത്തുക്കൾ മെല്ലിനെ പിടികൂടാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. അവർ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു കെണി തയ്യാറാക്കി. അവളെ ആകർഷിക്കാനായി ചാഡിനെ അവിടെ നിർത്തി. കെണിയൊരുക്കിയ കയറുമായി ഡെയ്സ് മരത്തിന് പിറകിൽ ഒളിച്ചു. ബാക്കിയുള്ളവർ പന്തവുമായി മെല്ലിനെ തേടിയിറങ്ങി. അതിനിടയിൽ മെൽ വീണ്ടും കാടിറങ്ങി വന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ചാഡിനെ കണ്ട മെൽ അവന്റെ നേരെ ഓടിയെടുത്തു. അവൻ നേരെ ചാടി. ചാഡ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയും മെൽ ആ കെണിയിൽ പെടുകയും ചെയ്തു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അവൾ ആ കെണി കടിച്ചു മുറിച്ച് പുറത്തു വന്നു. എന്നിട്ട് അവൾ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് അവളെ കെട്ടിയിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അതിനിടയിൽ അഞ്ജയുടെ അടിയിൽ മെൽ താഴെ വീണു. മെൽ നിലത്ത് അനക്കമില്ലാതെ കിടക്കുകയാണ്. അവൾ മരിച്ചെന്ന് കരുതി വാരൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ ചെയ്ത വലിയ അബദ്ധമായിരുന്നു അത്. വാരൻ അടുത്തെത്തിയെന്നറിഞ്ഞ മെൽ എഴുന്നേറ്റ് അവന്റെ കഴുത്തിൽ കടിച്ചു. വാറനെ രക്ഷിക്കാൻ ചെന്ന ഡെയ്സിനെ മെൽ ആക്രമിക്കാൻ തുടങ്ങി. ഡെയ്സ് അവളിൽ നിന്നും രക്ഷപ്പെട്ടോടി. ആ തടാകത്തിലിറങ്ങി ഒളിച്ചു നിന്നു. അങ്ങനെ ഡെയ്സ് അവൾ കാണാതെ രക്ഷപ്പെട്ടു. പക്ഷേ അത് മറ്റൊന്നിന്റെ തുടക്കമായിരുന്നു. തടാകത്തിൽ നിന്നും കയറിയ ഡെയ്സ് തന്റെ ശരീരം പരിശോധിച്ചു. പക്ഷേ അട്ടകളെയൊന്നും അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അതിലയാൾ സമാധാനിച്ചു. എന്നാൽ മെല്ലിന്റെ ആക്രമണത്തിൽ വാറൻ മരിച്ചിരുന്നു. നേരം കുറെ കൂടി ഇരുട്ടിയപ്പോൾ മെൽ വീണ്ടും തിരിച്ചു വന്ന് വാറന്റെ ശരീരം തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് മെല്ലിനെ കൊന്നുകളയുന്നതാണ് നല്ലതെന്ന് ഡെയ്സ് അഭിപ്രായപ്പെട്ടു. എന്നാൽ കാമുകനായ ചാഡ് അത് അംഗീകരിച്ചില്ല. വാറനെ ഭക്ഷിച്ച് ബാക്കി ഭാഗം മെൽ ആ ഗുഹയ്ക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡെയ്സിന് ചില ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. മെല്ലിനുണ്ടായിരുന്ന അതേ ലക്ഷണങ്ങളാണ് ഡെയ്സിനും ഉണ്ടായിരുന്നത്. മെല്ലിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡെയ്സിനെ കൊന്നുകളയാമെന്ന് ചാഡ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഡെയ്സിന്റെ അവസ്ഥ കണ്ട് ആർക്കും അവനെ കൊല്ലാൻ സാധിച്ചില്ല. എന്നാൽ ചാഡിന്റെ നിർദ്ദേശപ്രകാരം അഞ്ജ വലിയൊരു കല്ലെടുത്ത് ഡെയ്സിന്റെ തലയിലേക്ക് ഇടുന്നു. പക്ഷേ അവൻ മരിക്കുന്നില്ല. ഇതേ സമയത്ത് മെൽ വീണ്ടും അവിടേക്ക് വന്നു. ക്ഷീണിതനായ ഡെയ്സിനെയും കൊണ്ട് മെൽ അവിടെ നിന്നും കാട് കയറി. വാഹനത്തിൽ കിടക്കുന്ന ആയുധം ഉപയോഗിച്ച് മെല്ലിനെയും ഡെയ്സിനെയും കൊല്ലാമെന്ന് സുഹൃത്തുക്കൾ തീരുമാനിച്ചു. അവർ വാഹനത്തിനടുത്തേക്ക് പോകുന്നതിനിടയിൽ മെൽ അവിടേക്ക് വന്നു. എന്നാൽ മറ്റുള്ളവരുടെ സഹായത്തോടെ ക്രിസ് വാഹനത്തിന്റെ അടുത്തെത്തി. അഞ്ജ മെല്ലിനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല. ചാടിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിച്ചുമില്ല. ഇതിനിടയിൽ മെൽ ചാടിന്റെ വിരലുകൾ കടിച്ചെടുത്തു. അവൾ അഞ്ജയെ ലക്ഷ്യമാക്കി ഓടി. അഞ്ജ രക്ഷപ്പെടാൻ ഓടിക്കയറിയത് ആ ഗുഹയ്ക്കകത്തായിരുന്നു. എന്നാൽ മെൽ അതിനകത്തേക്ക് കയറാൻ ധൈര്യം കാണിക്കാതെ ഗുഹയ്ക്ക് പുറത്തു തന്നെ നിന്നു. പിന്നീട് അവൾ അവിടെ നിന്നും ഓടി മാറി. വാഹനത്തിനകത്ത് കയറിയ ക്രിസിന് ആയുധം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വാഹനത്തിനടുത്തെത്തിയ ഡെയ്സ് വാഹനം തകർത്ത് ക്രിസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ക്രിസിന് ആയുധം കയ്യിൽ കിട്ടിയെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അവൾ ഡെയ്സിന്റെ പിടിയിൽ അമർന്നിരുന്നു. അതേസമയം തന്നെ മെൽ അവിടേക്കെത്തി. ക്രിസിന്റെ ശരീരത്തിന് വേണ്ടി മെല്ലും ഡെയ്സും തമ്മിലടിച്ചു. ഈ സമയം ഭയം മൂലം ക്രിസിന് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവസാനം മെൽ അവളെ വലിച്ച് ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗുഹയ്ക്കകത്ത് നിന്നും ക്രിസിന്റെ ശബ്ദം അഞ്ജയും ചാടും കേൾക്കുന്നത്. ക്രിസ് കൊണ്ടുവന്ന ആയുധം ഉപയോഗിച്ച് അവളെ ഗുഹയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ആ ആയുധവും പന്തവുമായി ഇരുട്ടിന്റെ മറവിലൂടെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. അതിനിടയിൽ ആ കാഴ്ച കണ്ട് അവർ ഞെട്ടി. മൃഗങ്ങളായി മാറിയ മെല്ലും ഡേയ്സും പരസ്പരം ഇണചേരുകയായിരുന്നു. അത് കണ്ട മെല്ലിന്റെ കാമുകൻ ചാഡിന് സഹിച്ചില്ല. ദേഷ്യം വന്ന ചാഡ് വാളെടുത്ത് ഡേയ്സിനെ കൊല്ലാൻ ചെയ്യുന്നു. പിന്നീട് അവർ രണ്ടുപേരും തമ്മിൽ വലിയ സംഘട്ടനമുണ്ടായി. അതിനിടയിൽ ഡേയ്സ് ചാഡിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. അപ്പോഴേക്കും ചാഡ് ഡേയ്സിനെ ആഞ്ഞു വെട്ടിയിരുന്നു.
രണ്ടുപേരും നിലത്ത് വീണു. പതിയെ അവർ മരണത്തിന് കീഴടങ്ങി. ഇതിനിടയിൽ അഞ്ച ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. കയ്യിൽ ആ വാളുമുണ്ട്. അവൾ പതിയെ ആ ഗുഹയിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അവൾ ക്രിസിനെ കാണുന്നു. ക്രിസ് ഗർഭിണിയാണെന്ന് ഒരു ഞെട്ടലോടെയാണ് അവൾ അറിഞ്ഞത്. ഒരു കുഞ്ഞ് ക്രിസിന്റെ വയറ്റിലുണ്ടെന്ന് അഞ്ച മനസ്സിലാക്കുന്നു. അതൊരു മനുഷ്യ കുഞ്ഞല്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അതിനിടയിൽ ഗുഹയ്ക്കകത്തുള്ള ജീവിയുടെ മുകളങ്ങൾ അവളുടെ കൈകളും കാലുകളും ബന്ധിക്കുന്നു. അഞ്ച നിലത്ത് വീണു. അവൾ അവിടെ കിടന്ന് അലറി വിളിച്ചു. അതേസമയം താഴെ കിടന്നിരുന്ന ആ വാളെടുത്ത് ക്രിസ് തന്റെ വയർ മുറിച്ചു. വയറ്റിലുണ്ടായിരുന്ന ആ ഭീകര ജീവിയുടെ കുട്ടി വയർ പിളർന്ന് താഴേക്ക് വീണു. അതിനെ ക്രിസ് വാളുകൊണ്ട് 2 കഷ്ണമാക്കി. അതിൽ കലിപുണ്ട ആ ജീവി ക്രിസിനെ കൊലപ്പെടുത്തി. പെട്ടെന്ന് പുറത്തു വന്ന ആ ജീവി അഞ്ചയെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ ബോധം നഷ്ടപ്പെട്ട പോലെ അനങ്ങാതെ കിടന്നു. അതോടെ ആ ജീവി അവളുടെ കൈകളിൽ നിന്നുള്ള പിടുത്തം വിട്ടു. പെട്ടെന്ന് തന്നെ അഞ്ച ആ വാളെടുത്ത് ആ ഭീകര ജീവിയെ ആഞ്ഞുവെട്ടി. അവൾ ഗുഹയിൽ നിന്നും പുറത്തേക്കോടി. ഒടുവിൽ അവൾ പുറത്തെത്തി. രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുമ്പോഴേക്കും മെൽ അവളുടെ നേരെ ചാടി വീണു. അവർ തമ്മിൽ അവിടെ ഒരു സംഘട്ടനം നടന്നു. അതിനിടയിൽ അഞ്ചയുടെ ചവിട്ടേറ്റ് മെൽ തെറിച്ചു വീണു. നട്ടിലൊടിഞ്ഞ അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അഞ്ച ഒരു വലിയ കല്ലെടുത്ത് മെല്ലിന്റെ തലയിലിട്ട് അവളെ കൊല്ലുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ നിൽക്കുന്ന അഞ്ചയെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.